മാർക്കറ്റ് ലെൻസ് ആദിത്യ ബിർള സൺലൈഫ് എഎംസി ലിമിറ്റഡ് അവതരിപ്പിക്കുന്നു. ഈ സീരീസ് ഞങ്ങളുടെ ആഴത്തിലുള്ള ഗവേഷണവും നിക്ഷേപ വിദഗ്ധതയും ഉപയോഗിച്ച് വിപണിയിലെ അനാവശ്യ ശബ്ദങ്ങൾ മാറ്റി വിപണിയെ വ്യക്തതയോടെ മനസ്സിലാക്കാൻ സഹായിക്കുന്നു. 2025-ൽ വിലയേറിയ ലോഹങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഡോളർ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ സ്വർണം ഏകദേശം 65% നേട്ടം നൽകി. അതേസമയം വെള്ളി ഏകദേശം 150% വരെ ഉയർന്നു. ആഗോള അനിശ്ചിതത്വങ്ങൾ നിലനിന്ന സാഹചര്യത്തിൽ ഇവ ഇക്വിറ്റികളേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ശക്തമായ സംരക്ഷണം നൽകി. എന്നാൽ ഇപ്പോൾ സാഹചര്യം മാറാൻ പോകുന്നുവെന്ന സൂചനകൾ കാണുന്നു. ഗോൾഡ് ടു നിഫ്റ്റി അനുപാതം വീണ്ടും മഹാമാരിക്ക് മുമ്പുള്ള നിലകളിലേക്ക് എത്തിയിട്ടുണ്ട്. ചരിത്രപരമായി ഈ നില ഇക്വിറ്റികൾക്ക് അനുകൂലമായ ഒരു നിർണായക വഴിത്തിരിവായി കണക്കാക്കപ്പെടുന്നു. കഴിഞ്ഞ 2 ദശകങ്ങളിൽ ഇത്തരം സാഹചര്യങ്ങൾ 3 തവണ ഉണ്ടായിട്ടുണ്ട്. ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസിന് ശേഷം 2011 മുതൽ 2013 വരെ, വീണ്ടും 2000-ൽ. ഓരോ തവണയും ഇടത്തരയും ദീർഘകാലവും പരിഗണിക്കുമ്പോൾ ഇന്ത്യൻ ഇക്വിറ്റികൾ വിലയേറിയ ലോഹങ്ങളെ മറികടന്നു. ഈ കാഴ്ചപ്പാടിനെ ശക്തിപ്പെടുത്തുന്ന മറ്റൊരു പ്രധാന സൂചകവുമുണ്ട്. അത് ലാഭവളർച്ചയും മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വളർച്ചയും തമ്മിലുള്ള വ്യത്യാസമാണ്. 2025-ൽ മുൻനിര 1000 ലിസ്റ്റ് ചെയ്ത കമ്പനികളുടെ മൊത്തം ലാഭം വർഷാന്തരമായി 11% വർദ്ധിച്ചു. അതേസമയം അവരുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വളർച്ച 6% മാത്രം പരിമിതപ്പെട്ടു. ഇത് ലാഭവളർച്ച വില വർധനയേക്കാൾ വേഗത്തിലായിരുന്നുവെന്ന് സൂചിപ്പിക്കുന്നു. ഇത് ഇക്വിറ്റികൾക്ക് അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. ABSL AMCയിൽ 2026-ൽ പുതിയ മാർക്കറ്റ് ഉയർച്ചകൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ശക്തമായ വരുമാനഗതി, രൂപയുടെ മൂല്യത്തകർച്ചയിൽ നിന്നുള്ള കുറഞ്ഞ സമ്മർദ്ദം, കൂടാതെ പുതിയ ലിസ്റ്റിംഗുകളുടെ ആരോഗ്യകരമായ പ്രവാഹം ഇതിന് പ്രധാന ഘടകങ്ങളായിരിക്കും. ഇക്വിറ്റികൾ വീണ്ടും മുഖ്യവേദി തിരിച്ചുപിടിക്കാൻ ഒരുങ്ങുന്നുവെന്ന് തോന്നുന്നു. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ വിപണി അപകടങ്ങൾക്ക് വിധേയമാണ്. നിക്ഷേപിക്കുന്നതിനു മുമ്പ് എല്ലാ പദ്ധതി സംബന്ധിച്ച രേഖകളും ശ്രദ്ധാപൂർവം വായിക്കുക.